നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് അന്വേഷിക്കുന്ന SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആ ടീമിൻ്റെ അന്വേഷണത്തെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പ്രശംസിച്ചിരിക്കുന്നു, അഭിനന്ദനങ്ങൾ അറിയിച്ചിരിക്കുന്നു. ഏറ്റവും സ്തുത്യർഹമായ രീതിയിൽ, സത്യസന്ധമായ രീതിയിൽ, മികച്ച രീതിയിലാണ് SITയുടെ അന്വേഷണമെന്ന് ഹൈക്കോടതി അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. കാരണം ഹൈക്കോടതി തന്നെയാണ് അന്വേഷണ കമ്മീഷനെ വെച്ചത്. SIT വിശ്വസ്തരായ ആൾക്കാരെ ചേർത്ത് വിപുലീകരിച്ചത് ഹൈക്കോടതിയാണ്. ഹൈക്കോടതിയുടെ മേൽനോട്ടം അപ്പോൾ ഉണ്ടായിരുന്നു. ഹൈക്കോടതിക്ക് SIT അപ്പോൾ ഇടക്കാല റിപ്പോർട്ടുകൾ സമർപ്പിച്ചിരുന്നു. ഹൈക്കോടതി കൃത്യമായ കാര്യങ്ങൾ നിരീക്ഷിച്ചിരുന്നു. ഹൈക്കോടതിയെ സംബന്ധിച്ച് SITക്ക് തങ്ങളാൽ കഴിയുന്ന വിധത്തിലുള്ള ഏറ്റവും മികച്ച രീതിയിലുള്ള അന്വേഷണം പൂർത്തീകരിക്കുന്നതും മുന്നോട്ട് പോകുന്നതും അവർക്ക് മനസ്സിലായിരുന്നു. പിന്നെ SITയുടെ അന്വേഷണത്തിൽ അതൃപ്തിയുള്ളത് ഇവിടുത്തെ വലതുപക്ഷ മാധ്യമങ്ങൾക്കും പ്രതിപക്ഷത്തിലായിരുന്നു, UDFനും BJPക്കും. SITയുടെ മേൽ ഒരു വിധത്തിലുള്ള സമ്മർദ്ദമോ നിയന്ത്രണങ്ങളോ സംസ്ഥാന സർക്കാരിനുണ്ടായിരുന്നില്ല. പക്ഷേ ഇല്ലാത്ത ആരോപണങ്ങൾ സതീശനെ പോലുള്ളവർ ഉന്നയിച്ച് SIT ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരാണ്, അതിൽ അവർക്ക് ഇഷ്ടമുള്ളവരെ തിരികെ കയറ്റുന്നു, SITയുടെ അന്വേഷണം മന്ദഗതിയിലാണ്, പെട്ടെന്ന് സ്വിച്ചിട്ട പോലെ നിന്നു എന്നൊക്കെ റിട്ടയർ ചെയ്ത ചില SP എന്ന് പറയുന്ന ചില ഊച്ചാളികളും വലിയ പണ്ഡിതന്മാരെന്ന് ധരിക്കുന്നവരൊക്കെ വന്നിട്ട് ചാനലിൽ കിടന്നിങ്ങനെ വിളമ്പുകയാണ്. ഇവരൊക്കെ വെറുതെ, ഇവരൊക്കെ ജോലി ചെയ്ത കാലത്ത് സത്യസന്ധമായ ഒരു നല്ലൊരു കേസ് പോലും തെളിയിക്കാൻ പറ്റാതെ ഇവരൊക്കെ ഇവിടെ വന്നിരുന്ന് ഇത്രയും വിപുലമായ ഒരു കേസിൽ ഇത്ര വലിയ അന്വേഷണ പുരോഗതി ഉണ്ടാക്കിയവരെ, വലിയ പ്രസിദ്ധരായ ആൾക്കാരെ വരെ അറസ്റ്റ് ചെയ്തവരെ എന്ത് ചെയ്യുകയാണ്? ആക്ഷേപിക്കുകയാണ്, SP ശശിധരൻ അടക്കമുള്ളവരെ. പക്ഷേ SITക്ക് ഹൈക്കോടതിയുടെ പുകഴ്ച ലഭിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ ഹൈക്കോടതി അങ്ങനെ പറഞ്ഞുകൊണ്ട് അതിന് വിരുദ്ധമായിട്ട് പറയാൻ സതീശന് പറ്റില്ല, BJPക്കാർക്ക് പറ്റില്ല. എന്തെങ്കിലും പറഞ്ഞാൽ അത് കോടതി അലക്ഷ്യവും. ആകെ ഇനിയിപ്പോൾ പറയാൻ പറ്റുന്നത് ഹൈക്കോടതി ജഡ്ജി പഴയ SFIക്കാരനാണ്, DYFIക്കാരനാണെന്നൊക്കെയാണ്. തോക്കും അങ്ങനെയാണല്ലോ. നാട്ടിലൊരു നാടൻ ചൊല്ലുണ്ടല്ലോ, തൂർത്ത് തോൽപ്പിക്കുകയാണ്. അപ്പോൾ പറയാനില്ലാതിരിക്കും, പിന്നെ അതൊക്കെ പറഞ്ഞുകൊണ്ട് മാത്രമേ രക്ഷപ്പെടാൻ പറ്റൂ. ഇനി എന്ത് പറയും, എങ്ങനെ പറയും? അല്പം ബുദ്ധി ഉണ്ടെങ്കിൽ ഇവരൊക്കെ മന്ദബുദ്ധി വിളിക്കാൻ. കാരണം സംസ്ഥാന സർക്കാർ നിയന്ത്രിക്കുകയോ സംസ്ഥാന സർക്കാരിൻ്റെ എന്തെങ്കിലുമുള്ള ഒരു പ്രഷറുള്ള ഒരു ടീമാണ് SIT എങ്കിൽ ഒരിക്കലും പത്മകുമാറോ വാസുവോ അതുപോലെ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നവർ അറസ്റ്റിലാവുമായിരുന്നില്ല. അവർ സ്വതന്ത്രമാണ്. സംസ്ഥാന സർക്കാർ ആദ്യം മുതലേ മുഖ്യമന്ത്രി അടക്കം സ്വീകരിച്ച നിലപാടെന്താ? ഏത് ഉന്നതായാലും കട്ടവൻ പിടിക്കപ്പെടണം, ഒരാളെയും സംരക്ഷിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ ഇങ്ങനെ പോയതും SITക്ക് ഹൈക്കോടതിയുടെ പ്രശംസ ലഭിച്ചതും. പിന്നെ SIT കുറ്റപത്രം സമർപ്പിക്കാത്തതുകൊണ്ട് ഇത് പറ്റി ആൾക്കാർക്ക് ജാമ്യം ലഭിച്ചത്. SITക്ക് പരമാവധി ശേഖരിക്കാൻ പറ്റുന്ന തെളിവ് ശേഖരിച്ചിട്ടുണ്ട്, കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. ഇത് ചെറിയ കേസല്ല, വിപുലമായ കേസാണ്. അതിൻ്റെ അവരുടെ പരിമിതികളെല്ലാം ഹൈക്കോടതിക്ക് അറിയാം. CBIക്ക് വിടണമെന്ന ആഗ്രഹം BJPക്കാർക്കുണ്ടായിരുന്നു, കോൺഗ്രസ്സുകാർക്കുണ്ടായിരുന്നു. ആ ആഗ്രഹത്തെ ഹൈക്കോടതി തള്ളിയിട്ട്. കാരണം SIT കാര്യക്ഷമമായി അന്വേഷിച്ചിട്ടുണ്ട്. CBI കൂട്ടിലടച്ച സത്യമാണെന്ന് പറഞ്ഞത് ആരാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ EDയുടെയും CBIയുടെ ഒക്കെ കാര്യക്ഷമത നമുക്കറിയാം. അവരാരും തള്ളിക്കളയുന്നില്ല, കുറച്ച് കളയുന്നില്ല. പക്ഷേ രാഷ്ട്രീയ ഇംഗിതത്തിന് വേണ്ടി അവരെ ഇറക്കി എന്തെങ്കിലുമൊക്കെ നേടാനാണെങ്കിൽ അത് നടപ്പില്ല എന്ന് ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കിയ സ്ഥിതിക്ക് SIT എന്താണ് കണ്ടെത്തിയത്, അതാണ് ശബരിമല കൊള്ളക്കേസിലെ വിധി. അപ്പോൾ കോൺഗ്രസ്സുകാർക്ക് ഇനി സ്വർണം കട്ടത് ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്ന് പറയാനോ ഇനിയിപ്പോൾ SIT കുറ്റപ്പെടുത്താനോ കഴിയില്ല. SIT ഹൈക്കോടതിയാൽ പ്രശംസിക്കപ്പെട്ട ഏറ്റവും മികച്ച അന്വേഷണം ഇവിടെ നടത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് VD സച്ചിനും കൂട്ടർക്കും മൊത്തത്തിൽ കഷ്ടകാലമാണ്. നിയമസഭയിൽ ആഞ്ഞാഞ്ഞടിക്കുകയാണ്. ഇതുവരെ എനിക്ക് കിട്ടാത്തൊരു ചോദ്യത്തിന് ഉത്തരം ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോറ്റിയെയും ഗോവർദ്ധനെയും കയറ്റിയതാരാണ്? സ്വർണ്ണം കട്ടവനെ, സ്വർണ്ണം വാങ്ങിയവനെ, സ്വർണ്ണം ഉരിക്കവനെ. ഈ ടീമിനെ കയറ്റിയതാരാണ്? അതിനുള്ള ഉത്തരം ഇന്നുവരെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടില്ല, സോണിയാഗാന്ധി പറഞ്ഞിട്ടില്ല, പ്രിയങ്ക ഗാന്ധി പറഞ്ഞിട്ടില്ല. ആരെങ്കിലും പറയോ ആരാണ് സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഇവരെ കയറ്റിയത്?